24 ബിഗ് ബ്രേക്കിംഗ്. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IAS ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നല്ല ഒരാളിനെ തന്നെ കണ്ടെത്തിയെന്ന് ആമുഖമായി പറയട്ടെ. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എടുത്ത തീരുമാനം ആയിരിക്കും ഇത്. കെ ജയകുമാർ നിലവിൽ IMG ഡയറക്ടറാണ്. എന്നാൽ അദ്ദേഹത്തോട് ഔദ്യോഗികമായി ഇപ്പോഴും സംസാരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മൗനാനുവാദം ഈ ഒരു നിയമനത്തിനുണ്ടാകും. പക്ഷേ കെ ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല കാര്യം. നമ്മുടെ പ്രത്യേകിച്ച് ശബരിമലയിൽ ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളൊക്കെ കത്തിപ്പടരുന്ന ഈ വേളയിൽ കെ ജയകുമാർ, പ്രത്യേകിച്ച് നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അദ്ദേഹം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കക്ഷി IMGയുടെ ഡയറക്ടറായ കെ ജയകുമാർ എന്ന കൃതഹസ്ഥനായ കവി വരുമ്പോൾ അതൊരു ഇത്തിരി കാവ്യാത്മകമാകും ശബരിമല. തിരുവനന്തപുരം R ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഒരുപക്ഷേ ഈ അടുത്ത കാലത്ത് സർക്കാർ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. SKN തീർച്ചയായും ശബരിമലയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം പാണ്ഡിത്യവും അതിന്റെ ഭരണപരമായ നടപടികളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുമുള്ള ആളാണ് കെ ജയകുമാർ. സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ IMG ഡയറക്ടറുടെ പദവി വഹിക്കുന്നു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സജീവമായി ഇടപെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ പ്രമുഖനാണ് കെ ജയകുമാർ. ഈ വിവാദ കാലത്ത് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ ചുമതലക്കാരായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പേരെന്ന നിലയ്ക്കാണ് കെ ജയകുമാറിനെ CPIM പരിഗണിച്ചത്. കാരണം മറ്റ് രാഷ്ട്രീയ നിയമനങ്ങളാണെങ്കിൽ വിവാദങ്ങൾ വീണ്ടും ഈ ശബരിമലയെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പിന്തുടരുമെന്ന കാര്യം CPIM ഉറപ്പായിരുന്നു. ഈ ഘട്ടത്തിൽ വിവാദങ്ങളെ മുറിച്ചു കടക്കാനും ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വിശ്വാസ്യത വീണ്ടെടുക്കാനും ഒരു വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥനെ അവിടേക്ക് നിയമിക്കുന്നു എന്നതാണ് CPIM-നകത്ത് കാണുന്നത് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കെ ജയകുമാറിന്റെ പേരാണ് CPIM സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തത്. അദ്ദേഹത്തിന്റെ മൗനാനുവാദം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യം വാസ്തവമാണ്. എങ്കിലും ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങാത്തതുകൊണ്ടാണ് കെ ജയകുമാർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്താത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹവുമായി ഞാനും സംസാരിച്ചിരുന്നു. അദ്ദേഹം CPIM നേതൃത്വവും രണ്ടുപേരും ഈ പേര് വന്ന വിവരം സ്ഥിരീകരിക്കുന്നുണ്ട്. SKN എന്തായാലും ഈ തീരുമാനം നല്ല തീരുമാനമാണ്. കെ ജയകുമാറിനെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിവരം അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശ പര്യടനത്തിലാണ്. മുഖ്യമന്ത്രി നാളെ എത്തുന്നുണ്ട്. എത്തിക്കഴിഞ്ഞാൽ കെ ജയകുമാറുമായി അദ്ദേഹം സംസാരിക്കും. പക്ഷേ ഈ ഒരിക്കലും വിവാദം ചൂഴ്ന്നു നിൽക്കാൻ പാടില്ലാത്ത ഈ ശബരിമല പോലെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളും സ്വർണ്ണപ്പാളിയും ഒക്കെ തന്നെ കടന്നു വരികയാണ്. അപ്പോൾ ഈ ഭഗവാന്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ രീതിയിൽ ഓരോ ദിവസവും ഓരോ വാർത്താ ചാനലും സംപ്രേഷണം ചെയ്യേണ്ടി വരുന്ന ഗതികേടിലേക്ക് ചാനലുകൾ വീഴുമ്പോൾ ഈ കെ ജയകുമാറിൻ്റെ നിയമനം എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസത്തിൻ്റെ കുളിർകാറ്റ് ശബരിമലയിലേക്ക് പടരുന്നു തോന്നി. ഈ അവസരത്തിൽ ഈ നിയമനത്തിൻ്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ വിലയിരുത്താൻ വിജയകുമാർ തത്സമയം ചേരുകയാണ്. വിജയകുമാർ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഒരുപക്ഷേ ഗവൺമെൻറ്റിന് ഇതിൽ കൂടുതൽ നല്ലൊരു ചോയ്സ് കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ്. SKN 100% ശരിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പറ്റിയും അതുപോലെ ശബരിമലയെ പറ്റിയും ഏറ്റവും നന്നായി അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനെ അവിടേക്ക് സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രത്യേകിച്ച് ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസറായി അദ്ദേഹം തുടർച്ചയായി സന്നിധാനത്ത് കേന്ദ്രീകരിച്ച് മണ്ഡല മകരവിളക്ക് കാലത്ത് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നിലയിൽ ശബരിമലയെ പറ്റി ഏറ്റവും നന്നായി അറിയാം. മറ്റൊന്ന്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരമൊരു നിയമനം എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതിക്ക് സ്വീകാര്യനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ എന്ന ആൾ വരുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ കെ ജയകുമാർ എന്ന ഉദ്യോഗസ്ഥനെയും എതിർക്കാൻ അവർ തയ്യാറാകില്ല. ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കെ ജയകുമാർ എന്ന ഒരു വ്യക്തിയെ എന്നൊരു മുതിർന്ന IAS ഓഫീസറെ സന്നിധാനത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നതിനെ ഏതെങ്കിലും കാരണം പറഞ്ഞ് എതിർക്കാൻ കഴിയില്ല. ആ നിലയിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു സ്വീകാര്യനായ വ്യക്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം കടുത്ത വിവാദത്തിൽ സർക്കാർ പെട്ടുകിടക്കുകയാണ്, വലിയ ചുഴിയിൽ പെട്ടുകിടക്കുകയാണ്. ആ അന്വേഷണം എങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. അതിനിടയിലാണ് കെ ജയകുമാർ ആ തലപ്പത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പെരുമാറ്റം, വളരെ സമചിത്വതയോടെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നന്നായി നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നതിൻ്റെ തെളിവ് തന്നെയാണ്. ഒരു സഹൃദയൻ, ഒരു കലാസ്നേഹി ഒക്കെ ആ പദവിയിലേക്ക് വരുന്നു എന്നത് പലതരത്തിലും ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ അതിൻ്റെ സങ്കീർണമായ അവസ്ഥയെ ലഘൂകരിക്കാൻ ഉപകരിക്കുമെന്ന് സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ നമുക്കതിൽ കുറ്റം പറയാൻ കഴിയില്ല. ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ അനുഭവം, പരിജ്ഞാനം തന്നെയാണ്.
അദ്ദേഹം ശബരിമല സ്പെഷ്യൽ ഓഫീസർ ആയിരുന്നു. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുമതലയിൽ, അതിന്റെ സർക്കാരിന്റെ ചുമതലയിൽ അദ്ദേഹം അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ പറ്റി നന്നായി പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ പാരമ്പര്യവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ നന്നായി അറിയാവുന്ന ആളാണ്. സർവോപരി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ ചുമതല വഹിക്കുന്നയാളാണ്. ഈ കഴിഞ്ഞ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.